സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പാട്രിയറ്റ്. മോളിവുഡിന്റെ നെടുന്തൂണുകളായ മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്രം എഴുതുമെന്നാണ് ആരാധകർ കരുതുന്നത്. പ്രീസോയിൽ ഇതിനോടകം 20 കോടിക്കടുത്ത് ചിത്രം നേടിയിട്ടുണ്ടെന്നും പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ ചിത്രത്തിന് വെല്ലുവിളിയാകുന്ന ഒരു ഘടകത്തിനെക്കുറിച്ചുള്ള പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. പാട്രിയറ്റിന്റെ പകുതിയിലധികം ഭാഗങ്ങളും വിദേശ രാജ്യങ്ങളാണ് ചിത്രീകരിക്കുന്നത്. ശ്രീലങ്ക, ലണ്ടൻ, ദുബായ്, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പാട്രിയറ്റ് ചിത്രീകരിച്ചത്. മോളിവുഡിൽ ഇതുവരെ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പച്ച തൊട്ടിട്ടില്ല. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മുതൽ യുവതാരങ്ങളുടെ സിനിമകൾ വരെ ഈ ലിസ്റ്റിലുണ്ട്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച കോമഡി ചിത്രങ്ങളൊന്നായ അക്കരെ അക്കരെ, മമ്മൂട്ടി ജോഷി കോംബോയിലെത്തിയ ദുബായ് എന്നിങ്ങനെ പല സിനിമകളും ബോക്സ് ഓഫീസിൽ പച്ച തൊടാതെ പോയതാണ്. മോഹൻലാലിന്റെ കരിയറിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിലൊരുങ്ങിയ സിനിമകളൊന്നായ കാസനോവ പൂർണ്ണമായും വിദേശത്ത് ചിത്രീകരിച്ച ചിത്രമാണ്. ബഡ്ജറ്റ് പോലും തിരിച്ചുപിടിക്കാനാകാതെ ചിത്രം പരാജയമായി മാറി. രഞ്ജിത്തിനൊപ്പം കൈക്കൊടുത്ത ഡ്രാമയും പരാജയം ചുരിച്ചു. മോഹൻലാൽ ഒറ്റയ്ക്കല്ല, മമ്മൂട്ടിയുടെ കാര്യവും ഇതിലും വ്യത്യസ്തമാണ്. ദുബായിക്ക് ശേഷം മമ്മൂട്ടിയായി ഒരുങ്ങിയ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു വൈറ്റ്. 98% വിദേശ ചിത്രീകരിച്ച വൈറ്റ് ആരാധകർ പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ്. മമ്മൂട്ടി റാഫി മെക്കാർട്ടിൻ കോംബോയിലിറങ്ങിയ ലവ് ഇൻ സിംഗപ്പൂറും പരാജയമായിരുന്നു. മമ്മൂട്ടി മോഹൻലാലും അവസാനമായി ഒന്നിച്ച കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രം തിയേറ്ററുകളിൽ പച്ച പോലും തൊട്ടില്ല. യുവതാര ചിത്രങ്ങളായ ലണ്ടൻ ബ്രിഡ്ജ്, രണം, മൈ സ്റ്റോറി, ലെവൽ ക്രോസ്, കരം തുടങ്ങിയ ചിത്രങ്ങളും തന്നെ ബജറ്റ് തിരിച്ചുപിടിക്കാനാവാത്തതാണ്. ഇന്ത്യയിലും വിദേശത്തുമായി ചിത്രീകരിച്ച എമ്പുരാനും നിർമ്മാതാവിന് അധികം ലാഭം നൽകാത്ത ചിത്രമാണ്. പ്രേക്ഷകരുമായി കണക്റ്റ് ആവാത്ത തരത്തിലുള്ള കഥാപരിസരമാണ് ഈ സിനിമയ്ക്കെല്ലാം പരാജയമായി കാരണമായത്. എന്നാൽ മലയാളത്തിൽ ഇതുവരെ വന്നതിൽ വച്ച് ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളൊന്നായ പാട്രിയറ്റ് വിജയിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. നിർമ്മാതാവ് അധികം പ്രൊമോഷൻ നടത്താത്തതുകൊണ്ട് ഹൈപ്പ് കുറഞ്ഞെങ്കിലും മമ്മൂട്ടി മോഹൻലാൽ കോംബോ എന്ന ഒരൊറ്റ ഫാക്ടർ മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്.